നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാത്യു കുഴൽനാടൻ പത്രക്കാർക്ക് നല്ല പണി കൊടുത്തു. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും അതുപോലെ CPM-ഉം മാത്യു കുഴൽനാടനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലൊക്കെ കഥയറിയാതെ അവർ ആട്ടം കണ്ടെങ്കിലും ഇപ്പോ അതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലായി. കാരണം പിണറായി വിജയൻ പ്രതിസ്ഥാനത്തായി ROC റിപ്പോർട്ടോടുകൂടി. അതോടുകൂടി പിടിച്ചു നിൽക്കാൻ മാത്യു കുഴൽനാടൻ അതിനേക്കാൾ വലിയ കള്ളനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി CPM-ഉം പിണറായി വിജയനും കൂടെ നടത്തിയ നാടകമാണ് മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട്. ആ പ്രോപ്പർട്ടി സർക്കാർ ഭൂമി കയ്യേറിയതാണ്, അല്ലെങ്കിൽ സർക്കാർ ഭൂമി കയ്യേറിയത് കുറെ അതിനകത്തുണ്ട്, മതിൽ കെട്ടി സംരക്ഷിച്ചു, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി, ഇങ്ങനെ നൂറ് കാര്യങ്ങൾ എന്റെ വീഡിയോയുടെ കമന്റിൽ തന്നെ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അനധികൃതമായി സർക്കാർ ഭൂമി വാങ്ങി ഓരോന്ന് കെട്ടിപ്പൊക്കുമ്പോൾ അറിയണമായിരുന്നു എന്നുള്ളത്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഈ വീഡിയോ. സാധാരണഗതിയിൽ മാത്യു കുഴൽനാടൻ ചെയ്യുന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. അതായത് എന്തിനെ കുറിച്ചാണോ ആരോപണം അവിടെ തന്നെ എല്ലാവരും, അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറയില്ലേ, ഈ പത്രക്കാർ മുഴുവൻ മാത്യു കുഴൽനാടന്റെ ഈ പിടിച്ചടക്കലിനെ, സർക്കാർ ഭൂമി പിടിച്ചടക്കിയതിനെ കുറിച്ച് അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ച് വെച്ചേക്കുന്നതിനെ കുറിച്ച് നിരന്തരം വാർത്തകൾ ചെയ്തപ്പോൾ അവരെ കൊണ്ട് തന്നെ അത് തിരുത്തി എഴുതിക്കാൻ വേണ്ടിയിട്ട് അതേ പ്രോപ്പർട്ടിയിൽ ചായ സൽക്കാരം ഒരുക്കി അവർ കാത്തിരുന്ന് അത് മുഴുവൻ കൊണ്ടു നടന്ന് കാണിച്ചു അദ്ദേഹം. അതായത് ആ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നേരിട്ട് അവരെ ബോധ്യപ്പെടുത്തി. ഇനിയും അവർ എഴുതുമെന്നുണ്ടെങ്കിൽ അത് കള്ളമാണോ പച്ച നുണയാണ് എന്ന് വായിച്ചാൽ മതി. നമുക്കതിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം. ആദ്യമായി പറഞ്ഞത് ചുറ്റുമതിലാണ്. ചുറ്റുമതിൽ എന്ന് പറയുമ്പോൾ, അതായത് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരാൾ ഉയരത്തിൽ ചെങ്കല്ലോ ഇഷ്ടികയോ ഒക്കെ ഉപയോഗിച്ച് വലിയ മതിൽ കെട്ടി അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ട് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചു എന്നാണ്. മുള്ളുകമ്പി പോലും അല്ല കേട്ടോ, മതിൽ കെട്ടി സംരക്ഷിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. അത്തരത്തിൽ തന്നെയാണ് പത്രങ്ങൾ വാർത്ത എഴുതിയിരുന്നതും. എന്നാൽ അവിടെ വന്ന പത്രക്കാരെ മുഴുവൻ ആ പ്രോപ്പർട്ടിയുടെ എല്ലാ മുക്കും മൂലയും കൊണ്ടുവന്ന് കാണിച്ചു എവിടെയാണ് ഇതിന് ചുറ്റുമതിൽ. അതായത് ആ പ്രോപ്പർട്ടിക്ക് ചുറ്റുമതിൽ എന്ന ഒരു സംഭവം ഇല്ല. അവിടെയും ഇവിടെയും ഒക്കെ ചില കല്ലുകൾ നമുക്കറിയാമല്ലോ, അതിർത്തി കല്ലുകൾ കുഴിച്ചിടാറുണ്ടല്ലോ നമ്മൾ, ചെറിയ കല്ലുകൾ. അതുപോലുള്ള ചെറിയ കല്ലുകളല്ലാതെ മറ്റൊന്നും തന്നെ എവിടെയും ഇല്ല. ആ കല്ലുകൾ തന്നെ മഷിയിട്ട് നോക്കിയാലേ കാണുള്ളൂ. അപ്പൊ പത്രക്കാർക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പിന്നെ എന്താണ് അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനം, മതിൽ കെട്ടി എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമായി അതും മാത്യു കുഴൽനാടൻ കാണിച്ചു തന്നു. പിന്നെ എന്താണ് അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് മതിൽ കെട്ടി എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് മാത്യു കുഴൽനാടൻ വളരെ വ്യക്തമായി അത് കാണിച്ചു തന്നു. അതിൽ ഈ റോഡ് വെട്ടുമ്പോൾ, ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ റോഡ് വെട്ടുമ്പോൾ സ്വാഭാവികമായും ഒരു വശത്ത് ഒരു വലിയ തിണ്ട് അല്ലെങ്കിൽ തിട്ട അല്ലെങ്കിൽ ഇടിഞ്ഞ വെട്ടി ഒരുക്കിയ ഒരു ഭാഗം വരും. ആ ഭാഗം പണ്ടെന്നോ ഏതോ കാലത്ത് ആരോ കരിങ്കല്ല് കൊണ്ട് കെട്ടി സംരക്ഷിച്ചിരുന്നു അന്നത്തെ അതിന്റെ ഉടമസ്ഥൻ. എന്നാൽ മാത്യു കുഴൽനാടൻ ഈ പ്രോപ്പർട്ടി വാങ്ങിയ ശേഷം അതിൽ ഡോമട്രി സൗകര്യമുള്ള ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അത് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നേരത്തെ കെട്ടിയിട്ടുള്ള കൽക്കെട്ടിൽ പൊളിഞ്ഞു കിടന്ന ഭാഗം അദ്ദേഹം ഒന്ന് നന്നാക്കി. പണ്ട് കല്ലുകൊണ്ടാണ് കെട്ടിയതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്ന് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പിച്ചു. അതായത് നേരത്തെ പൊളിഞ്ഞു വീണ അതേ ഭാഗം ആ ഒരു ചുമര് കെട്ടി, അതായത് ആ പടവ് കെട്ടി സംരക്ഷിച്ചു എന്നതൊഴികെ മറ്റൊന്നും ചെയ്തിട്ടില്ല. അത് വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇതാണ് ഒരു വലിയ കുറ്റകരമായ ഒരു കാര്യമായി കണ്ടത്. പക്ഷെ ഇത് ചെയ്യൽ നിർബന്ധമാണ്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് ഇടിഞ്ഞു പോകും. അത് മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും അതുണ്ട്, അത് നിർബന്ധമാണ്. അല്ലാതെ ചരിഞ്ഞ ഭൂമിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതാണ്, അതായത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളോ ചുറ്റുമതിലോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ 50 സെന്റിന്റെ അളവിന്റെ കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ചെരിഞ്ഞു കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്, അത് അളക്കുമ്പോൾ അത് കൂടുതൽ തോന്നിയേക്കാം. സ്വാഭാവികമായും അത് നിരത്തി കഴിഞ്ഞാൽ എത്രയാണോ വരുന്നത് അതാണ് സെന്റ്. മറ്റത് വിരിവ് എന്നാണ് തെക്കൻ കേരളത്തിലും അതുപോലെ മൂന്നാറിലും ആ ഭാഗത്തൊക്കെ പറയുന്നത്. വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ആ വിരിവാണ് അവർ അളക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അളവ് കൂടുതൽ കണ്ടേക്കാം. രണ്ടായാലും അദ്ദേഹം ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഏത് അവസ്ഥയിലാണോ കിടന്നത് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നതെന്നും അത് അളന്ന് നോക്കിയിട്ട് ഇനി അങ്ങനെ കൂടുതലുണ്ട് എന്ന് തോന്നിയാൽ, ബോധ്യപ്പെട്ടാൽ അത് വിട്ടുകൊടുക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നും അദ്ദേഹം അടിവരയിട്ട്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിവരയിട്ട് അദ്ദേഹം പറയുന്നു. പിന്നെ എന്തിനാണ് ഈ വിവാദം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാദം എന്നത് മാത്യു കുഴൽനാടന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യം അവർ പിടിച്ചെടുക്കേണ്ടത് PV അൻവറിന്റെ ഭൂമിയായിരുന്നു. മാത്യു കുഴൽനാടൻ MLA ഏത് വിധനെയും താറടിക്കുക, അയാൾ ഭൂലോക കള്ളനാണ്, ഇത്രയധികം കള്ളത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ടാണ് ഈ പിണറായിയും വീണ വിജയനെതിരെയൊക്കെ തിരിയുന്നത് എന്ന് നാട്ടിൽ മുഴുവൻ പാട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ് ഇത്. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ വിശദീകരണ വീഡിയോ കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നു. പൂർണ്ണമായി മനസ്സിലാക്കാൻ ആ വീഡിയോ നിങ്ങൾ കാണുക. അതിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും എല്ലാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ചാനലിന്റെ, ഡിഫറെന്റ് ആംഗിൾസിന്റെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
മറക്കാതെ എല്ലാവരും അംഗമാകുക. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടി എന്ന് വിജിലൻസ് റിപ്പോർട്ട്, റവന്യൂ വകുപ്പ് ശരിവെച്ചു തുടങ്ങിയ വാർത്തകളാണ്. ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളോട് പത്രസമ്മേളനം നടത്താനും മാധ്യമങ്ങളെ ഇവിടെ വിളിക്കാനും കാരണം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവരെ കൃത്യമായി ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലും കോമ്പൗണ്ട് വാൾ, മതില് ഉണ്ടെങ്കിൽ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. പത്രക്കാർ അംഗീകരിച്ചു. ഈ പ്രോപ്പർട്ടിക്ക് കോമ്പൗണ്ട് വാൾ ഇല്ല. നമ്പർ 1. യഥാർത്ഥത്തിൽ ഇതിനുള്ളത് നാച്ചുറൽ ബൗണ്ടറീസ് ആണ്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ലാൻഡ്സ്കേപ്പാണ്. ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസം ഫെസിലിറ്റി എന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് കാണണ്ടേ, ഇതൊക്കെ നാച്ചുറൽ ഫോർമേഷനിൽ ഇങ്ങനെ പോകുന്ന അതിരുകളാണ് ഇതിനൊക്കെ. ഇതൊന്നും മതിൽ കെട്ടി ഒന്നും ചെയ്തിട്ട് ഈ തേയില നിൽക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ അതിരടയാളം എന്ന് പറഞ്ഞത്. ഈ തേയില ഞാൻ വന്നിട്ട് വെച്ചുണ്ടാക്കിയതല്ല. ഇതിന്റെ പഴക്കം നിങ്ങൾക്ക് അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ അറിയാം. 14 മുതൽ 20 വർഷം വരെ പഴക്കമുള്ള തേയിലയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി എങ്ങനെയായിരുന്നു പ്രോപ്പർട്ടി അതേപടി ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം ഉള്ള ഏരിയൽ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളതാണ് ഈ ബൗണ്ടറി എന്ന് പറയുന്ന സാധനം. ഈ ബൗണ്ടറിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കോമ്പൗണ്ട് വാള് കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബൗണ്ടറി ഡിമാർക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനത് മാധ്യമങ്ങളോട് ഇവിടെ ഒന്ന് നേരിട്ട് പരിശോധിക്കാൻ പറഞ്ഞു. അവരെല്ലാം 4 ചുറ്റും പരിശോധിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു ഇതിന് പ്രത്യേകമായ അതിർത്തി അടയാളപ്പെടുത്തിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിന്റെ സ്റ്റീപ്നെസ് നിങ്ങളൊന്ന് നോക്കണം. ഇത് ഭയങ്കര തൂക്കാൻ ചെരിവ് പോലെ ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ സ്റ്റീപ്പായിട്ടുള്ള പ്രോപ്പർട്ടികൾ ഹില്ലി ഏരിയയിലുള്ളവർക്ക് അതറിയാം. ഇടുക്കിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം. ചെരിവുള്ള പ്രോപ്പർട്ടി അളക്കുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും വെച്ചാണ് നമ്മൾ അളവെടുത്ത് നമ്മൾ ആധാരത്തിൽ കാണിക്കുക. പക്ഷേ അതിന്റെ കാർപ്പറ്റ് ഏരിയ അളന്നാൽ ഡെഫിനറ്റ്ലി അതിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇടുക്കിയിലെ ഭൂരിപക്ഷം പ്രോപ്പർട്ടികൾക്കും ഈ ചെരിഞ്ഞ ചെരിവുള്ളത് കൊണ്ട് വിരിവ് എന്നാണ് അതിന് പറയുക. പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ആധാരത്തിലുള്ള സ്ഥലം കൂടാതെ കുറച്ച് സ്ഥലം കൂടുതൽ വരുന്നത് വിരിവായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പലരും എന്നോട് ചോദിച്ചു, പലരും പറഞ്ഞൊരു കാര്യം, ഈ പ്രോപ്പർട്ടി ഞാൻ അളന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും അളക്കാതെ ഭൂമി വാങ്ങുമോ എന്നുള്ള ഒരു ചോദ്യം പല കോണിൽ നിന്ന് വരും. ഞാൻ നിങ്ങളോട് 100% സത്യമായി പറയുന്നു, നാളിതുവരെ ഈ സമയം വരെ ഞാൻ ഈ പ്രോപ്പർട്ടി അളന്നു നോക്കിയിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. 2 കാര്യങ്ങളാണ് അതിനുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ തീരുമാനിച്ച് പൈസ കൊടുത്ത് പേയ്മെന്റ് നടത്തി ഈ പ്രോപ്പർട്ടി എൻ്റെ കയ്യിൽ വന്നു. പക്ഷെ രജിസ്ട്രേഷന് വേണ്ടി സമയമെടുത്ത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ എനിക്കുള്ള സ്വത്തുക്കളെല്ലാം കാണിക്കണമെന്നുള്ളതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓവർനൈറ്റ് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരുത്തൻ വോട്ട് പിടിക്കാൻ നോക്കുമോ അതെയോ സ്ഥലം അളക്കാൻ പോവോ? അളക്കാതെ എനിക്ക് അന്ന് ഈ രജിസ്ട്രേഷൻ നടന്നു. രണ്ടാമത്തെ കാര്യം, എനിക്ക് പ്രോപ്പർട്ടി തന്ന ആളുകളെ അല്ലെങ്കിൽ ആ സുഹൃത്തിനെ, എനിക്ക് ആ കുടുംബത്തെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നവരാണ്. അവരൊരിക്കലും അങ്ങനെ ഒരു തെറ്റായ അല്ലെങ്കിൽ കളവായിട്ട് കബളിപ്പിക്കുന്ന രീതിയിൽ ഇല്ലാത്ത സ്ഥലം അളന്ന് അല്ലെങ്കിൽ ഉണ്ട് എന്ന് കാണിച്ചതിന്റെ പണം വാങ്ങില്ല എന്നുള്ള 100% ഉറപ്പ് എനിക്കുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണ്. 1 സെന്റ് 5 സെന്റ് കൂടുതലല്ലാതെ കുറയത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അളക്കാതെ ഞാനത് രജിസ്റ്റർ ചെയ്തത്. ഇന്നും ഈ സമയം വരെയും ഞാൻ ഈ പ്രോപ്പർട്ടി മൊത്തമായിട്ട് അളന്ന് നോക്കിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇതാണ് ആ ഒരു സാഹചര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്നത് മതിൽ കെട്ടി എന്ന് പറയുന്ന ആ ഭാഗവും നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ടെറൈൻ എന്ന് പറയുന്നത്. അതായത് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ലാൻഡാണ്. അത് ഇങ്ങനെ റോഡിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഹൈറ്റ് നിങ്ങളിത് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ഹൈറ്റിൽ ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ റോഡ് പണി വന്നതിന് ശേഷം ആ സമയത്ത് തന്നെ ഇപ്പൊ ഈ താഴെ കാണുന്ന കരിങ്കൽ കെട്ടുണ്ടല്ലോ, ഇതുപോലെ തന്നെ കരിങ്കല്ലിന്റെ കെട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങുന്നതിനും ഒക്കെ വളരെ മുമ്പ് ഉള്ള ഒരു കെട്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ വാങ്ങിയതിന് ശേഷം ഇതിന്റെ ഈ അതർ സൈഡ്, ആ സൈഡില് കുറച്ച് കരിങ്കല്ല് കെട്ട് ഇടിയുന്ന സ്ഥിതി ഉണ്ടായി. ആ ഇടിയുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ തൊട്ട് മുകളിലായിട്ട് അവിടെ ഒരു ഡോർമെട്രി അല്ലെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ അത് വലിയ അപകടാവസ്ഥയിലായി. പിന്നെ 2-3 മഴ പെട്ടെന്ന് പെയ്താൽ ഒരുപക്ഷെ ഇടിഞ്ഞ് താഴത്തേക്ക് പോന്നാൽ ഇതെല്ലാം കൂടി താഴെ വീഴുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പൊ ഉണ്ടായിരുന്ന ഒരു റീറ്റെയിനിങ് വാള്
അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി, ആ പ്രോപ്പർട്ടിക്ക് അപകടം പറ്റാതെ അതിന്റെ മുകളിലും ഒരു കെട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ഏറ്റവും മുകളിൽ രണ്ടാമത്തെ കെട്ടുണ്ടോ, 2 ലെയറായിട്ട് കെട്ടിയാണ് ആ പ്രോപ്പർട്ടി സംരക്ഷിച്ചിരുന്നത്. ആ കെട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് റോട്ടിൽ നിന്നും ഉള്ള ഉണ്ടായിരുന്ന കെട്ട്. ഈ ഉണ്ടായിരുന്ന കെട്ടിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇടിഞ്ഞു പോകാത്ത രീതിയിൽ ശക്തിപ്പെടുത്തിയില്ല എങ്കിൽ ഈ കെട്ടിടത്തിന് തന്നെ വലിയ അപകടം വരുമെന്ന് ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർമാർ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ആ ഉണ്ടായിരുന്ന കെട്ടിനെ റീഇൻഫോഴ്സ് ചെയ്യും. അതല്ലാതെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ സ്ഥലം കയ്യേറി കെട്ടി അടച്ച് കൈവശം വെച്ചിരുന്നു. ഈ പ്രോപ്പർട്ടിയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെരി ഓപ്പൺ ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ അകത്ത് ഇതിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ പത്രക്കാരോട് സംസാരിച്ചതനുസരിച്ച് പറയുന്നതാണെങ്കിൽ ഈ റോഡിന്റെ ഇപ്പറയുള്ള സ്ഥലവും എൻ്റെ ആയിട്ട് അവർ കണക്കുകൂട്ടി, എനിക്ക് കൈവശമില്ല എന്ന് ഞാനിപ്പോൾ പത്രക്കാരോട് പറഞ്ഞു. ഇനി നാളെ വിജിലൻസ് എന്ന് ചോദിച്ചാലും പറയും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ഥലമല്ല. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം റിപ്പോർട്ട് ഇതുവരെ കയ്യിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായിട്ട് ആ കാര്യം പറയാത്തത്. എന്ത് തന്നെ ആയിരുന്നാലും ഏത് അറ്റം വരെയും പരിശോധിക്കുന്നതിനോ അളക്കുന്നതിനോ ഒന്നും തെറ്റില്ല. ഞാൻ സത്യസന്ധമായി ആയിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ അനധികൃതമായിട്ട് അർഹതയില്ലാത്ത 1 ഇഞ്ച് സ്ഥലത്തിന് വേണ്ടി കെട്ടിയെടുക്കുകയോ പരിശ്രമിക്കുകയോ കൈയടക്കുകയോ കൈവശപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ കാണിച്ചാണ്, ഭയങ്കര സ്റ്റീപ്പായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഈ സ്റ്റീപ്പായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടികളിൽ നാച്ചുറലി നമ്മൾ അതിൻ്റെ അളവെടുക്കുന്നത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് വെച്ച് ഗുണിച്ചും ആണ് നമ്മൾ ഏരിയ കണക്കൂട്ടുന്നത്. പക്ഷേ അതിൻ്റെ കാർപ്പറ്റ് ഏരിയ പരിശോധിച്ചാൽ നാച്ചുറലി അത് അളവിൽ കൂടുതൽ കാണും. അത് ഇടുക്കിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഹില്ലി ടെറൈനിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്തിട്ടുള്ളവർക്ക് അതറിയാം. ഒരുപക്ഷെ ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോയെന്ന് അതും പരിശോധിക്കാം. ഏത് കാര്യവും പരിശോധിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അതിനോട് 100% ഞാൻ കോപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് ചോദ്യം ഉണ്ടെങ്കിലും എന്നോട് ഉന്നയിക്കാം. ആ ചോദ്യങ്ങൾക്ക് എന്നോട് കഴിയുന്ന പോലുള്ള മറുപടി മാധ്യമങ്ങൾ തന്നെ വേണമെന്നില്ല, ഇനി പൊതുജനങ്ങൾക്കാണെങ്കിലും ഇനി കമ്മ്യൂണിസ്റ്റുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്കാണെങ്കിലും ആർക്കും you can ask me because I am a public person. ഒരു പൊതുപ്രവർത്തകനാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ കഴിയുന്നത് പോലെ ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും.